വെൽക്കം ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര പത്തനംതിട്ട ജില്ലയിലുള്ള തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു കൂടാരപ്പള്ളിയിലേക്കാണ്. നിരവധി ഫോട്ടോകളും അതുപോലെ ചിത്രങ്ങളിലും ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം തുടങ്ങിയത്. നേരെ തിരുവല്ലയിലേക്ക് പോയി ഇറങ്ങി. അങ്ങനെ തിരുവല്ലയിൽ അന്വേഷിച്ചപ്പോൾ ടൗണിൽ തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കൂടാരപ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കൂടാരത്തിൻ്റെ ആകൃതിയാണ്. സംശയം വേണ്ട, ആ കൂടാരത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ്. സെൻറ്റ് ജോൺസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. ഒട്ടുമിക്ക ആളുകളും കൂടാരപ്പള്ളി എന്നാണ് പറഞ്ഞാൽ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നേരെ ദേവാലയത്തേക്ക് ചെന്നപ്പോൾ തന്നെ 2 വില കൂടിയ കാറുകൾ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടെ ഒരു വിവാഹം നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിരവധി ആളുകൾ ഇവിടെ അങ്ങും ഇങ്ങുമായി നടക്കുന്നു. വലിയ വിശാലമായ ഒരു ദേവാലയം തന്നെ ആണ്. നിരവധി പല ഭാഗങ്ങളിലായിട്ട് വാഹനങ്ങൾ നിൽക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഇതിനായിട്ട് സജ്ജീകരിച്ചിട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെയുള്ള വാഹനങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് ഉറപ്പായി ഇവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട് എന്ന്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി പറഞ്ഞു, നേരെ താഴോട്ട് പോയി നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാം എന്ന്. വലിയ വിശാലമായ ഗ്രൗണ്ട് തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയ്ക്കും വലിപ്പമുള്ള മൈതാനം തന്നെയാണ്. ഈ ദേവാലയത്തിൽ ദിവസം പ്രതി വിവാഹങ്ങളും മറ്റും ചടങ്ങുകൾ നടക്കുന്ന ഒരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു പാർക്കിംഗ് സജ്ജീകരിച്ചിരിക്കുന്നത്. നേരെ ദേവാലയത്തിന് മുന്നിലേക്ക് ഒന്ന് കടന്നു ചെന്നു. വളരെ ചരിത്രമുള്ള ഒരു ദേവാലയം തന്നെ ആണിത്. ഈ സഭയുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയിലെ ഓർത്തഡോക്സ് വിഭാഗവും കത്തോലിക്ക സഭയുമായി ഒന്നിച്ച ഗ്രൂപ്പും തമ്മിലുള്ള പിളർപ്പിന് ശേഷം കത്തോലിക്ക വിഭാഗത്തിന് ആരാധനാലയങ്ങൾ ആവശ്യമായി വന്നു. അതിനാൽ നിരവധി തടസ്സങ്ങൾ മറികടന്ന് ഒരു ചാപ്പൽ നിർമ്മിക്കപ്പെട്ടു. 1931 സെപ്റ്റംബർ 8 ഇൻഫൻറ്റ് മേരീസ് മൈനർ സെമിനാരി ആരംഭിക്കുകയും സെമിനാരിക്ക് സമീപം ഒരു താൽക്കാലിക ചാപ്പൽ നിലവിൽ വരികയും ചെയ്തു. 1932 തിരുവല്ല രൂപതയുടെ സ്ഥാപനത്തിന് ശേഷം ചാപ്പൽ സെൻറ്റ് ജോൺസ് കത്തീഡ്രലുമായി ഉയർത്തപ്പെട്ടു. 1943 ആദ്യത്തെ ചാപ്പൽ നിലവിൽ വന്ന അതേ സ്ഥലത്ത് ഒരു പുതിയ പള്ളി നിർമ്മിക്കപ്പെട്ടു. കിഴക്കൻ പള്ളികളുടെ സാംസ്കാരിക പൈതൃകവും വീണ്ടെടുക്കാനുള്ള 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആഹ്വാനപ്രകാരവും ബിഷപ്പ് മാർ ആത്തനേഷ്യസ് കേരളത്തിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഒരു പുതിയ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ലോറി ബെക്കറിനെ ക്ഷണിച്ചു. പള്ളിയുടെ വൃത്താകൃതിയിലുള്ള ഘടനയിൽ ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരെ പ്രതീകപ്പെടുത്തുന്ന 12 തൂണുകൾ ഉണ്ടായിരുന്നു. മധ്യത്തിൽ തൂണുകളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയിലും അതും പെടുന്നുണ്ടല്ലോ. ഉള്ളിൽ വ്യക്തമായ കാഴ്ച നിങ്ങൾക്കും നൽകുന്നുണ്ടല്ലോ. 1972 ഡിസംബർ 28 ഈ കത്തീഡ്രൽ ആശീർവദിക്കപ്പെട്ടു. 1990കളുടെ അവസാനത്തോടെ പഴയ കത്തീഡ്രലിൻ്റെ മേൽക്കൂര മരം കൊണ്ട് നിർമ്മിച്ചതിനാൽ അത് തകരുന്ന അവസ്ഥയിലായിരുന്നു. എന്നതിനാൽ തന്നെ പുതിയ ഒരു കത്തീഡ്രൽ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത രൂപപ്പെട്ടു. തൂണുകൾക്ക് വലിയ ഭാരം താങ്ങുവാൻ അന്നത്തെ കാലത്തുള്ള കഴിഞ്ഞില്ല. 3ാമത്തെ കത്തീഡ്രൽ 1943 നിർമ്മിച്ച അതേ സ്ഥലത്ത് നിലവിലെ ഈ ദേവാലയം ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് കുറച്ചു മീറ്റർ അകലെയാണ്. 2004 സെപ്റ്റംബറിൽ ഇത് സമർപ്പിക്കപ്പെട്ടു. എനിക്ക് കയറി ദേവാലയത്തിന് ഉള്ളിലുള്ള ചില ചിത്രങ്ങളെല്ലാം ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഇന്ന് സാധിക്കത്തില്ല. കാരണം ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവരുടെ ചടങ്ങിൽ നാം ഇടപെടരുതല്ലോ. പുറത്തു നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ചിത്രീകരിച്ചു.
എന്നിട്ട് ഞാൻ ഈ ദേവാലയത്തിന് ചുറ്റും നടന്നു. ഒരു വൃത്താകൃതിയിൽ തന്നെയാണ്. വളരെ അതിശയമായി എനിക്ക് തോന്നിയത്, നാം ഒരു സ്ഥലത്ത് നിന്ന് ഈ ദേവാലയത്തിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ അതേ സ്ഥലത്തേക്ക് എന്നാണ് നമ്മൾ പിന്നെയും തിരിച്ചെത്തുന്നത്. എനിക്ക് തോന്നുന്നു നേരെ മുന്നോട്ട് നടക്കുമ്പോൾ നാം വളരെ ദീർഘദൂരമായി നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ നിന്ന പഴയ സ്ഥലത്തേക്ക് എത്തിയത് എനിക്ക് കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നി. ഇത് ഈ ദേവാലയത്തിൻ്റെ നേരെ അടിയിൽ കാണുന്ന ഒരു ഹാളാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് മുകളിൽ നടക്കുന്ന ചടങ്ങിനെ അനുബന്ധിച്ച് താഴെ നടക്കുന്ന ഒരു സൽക്കാല പാർട്ടിയാണിത്. നേരെ മുകളിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ കണ്ട ആ ചിത്രീകരിച്ച ഭാഗങ്ങളെല്ലാം. അതിന് നേരെ താഴെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരെ വധുവും വരവനും നേരെ സ്റ്റേജിൽ കാണുന്നുണ്ടല്ലോ. നിരവധി പേർ ഫോട്ടോ എടുക്കുന്നു. ഒട്ടുമിക്ക ആളുകളാകട്ടെ അവരുടെ ശ്രദ്ധയിലൊന്നും പെടാതെ ഭക്ഷണം കഴിക്കുന്നു. ഞാനാകട്ടെ ഇവർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഒന്നും ശ്രദ്ധിച്ചു. ഒന്നും പറയണ്ട, മട്ടൻ ബിരിയാണി തന്നെ. അങ്ങനെ അവരുടെ സൽക്കാര പാർട്ടിയിൽ ഞാൻ ഇടപെട്ടില്ല. നേരെ മുകളിലേക്ക് കയറി. ഈ ദേവാലയത്തിൻ്റെ വാസ്തുവിദ്യ പ്രശസ്ത വാസ്തുശില്പിയായ ലോറി വെക്കർ രൂപകൽപ്പന ചെയ്ത ഈ കത്തീഡ്രലിന് ക്ഷേത്രസമാനമായ പുറംഭാഗവും പരമ്പരാഗത പള്ളിയുടെ ഉൾഭാഗവുമാണ്. പരമ്പരാഗത കേരള വാസ്തുവിദ്യ, ക്ഷേത്ര വാസ്തുവിദ്യ, പൗരസ്ത്യ, സിറിയൻ, ക്രിസ്ത്യൻ പാരമ്പര്യം എന്നിവയുടെ വശങ്ങൾ രൂപകൽപ്പനയാൽ സംയോജിച്ചിരിക്കുന്നു. പഴയ കത്തീഡ്രലിൻ്റെ വാസ്തുവിദ്യയിൽ നിന്നുള്ള ഘടകങ്ങൾ ബാഹ്യ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കത്തീഡ്രലിൻ്റെ ഉൾഭാഗത്ത് ബൈബിൾ പ്രമേയങ്ങളുടെ വർണ്ണചിത്രങ്ങൾ ചിത്രീകരിച്ചതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ഈ ബൈബിൾ പ്രമേയങ്ങളുടെ കാണിക്കുന്ന 3 പ്രധാന പരിസരങ്ങൾ ഇവയാണ്. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു, മനുഷ്യൻ മറ്റൊരാളെ അന്വേഷിക്കുന്നു. നല്ല ശമരിയക്കാരൻ്റെ കഥ. മുടിയനായ പുത്രൻ. നല്ല ശമരിയക്കാരൻ്റെ കഥ. 10 കന്യകമാരുടെ ഉപമ. സക്കായി. നഷ്ടപ്പെട്ട ആടുകളെയും നാണയങ്ങളുടെയും ഉപമകൾ. ധനികനും ലാസറും അതുപോലെ അന്ത്യന്യായവതിയും എന്നിവയെല്ലാം ഇവിടെ ഗ്ലാസ് ചിത്രങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. ജനനം മുതൽ പുനരുദ്ധാനം വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ഇവിടെ ചിത്രീകരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ദേവാലയത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കണ്ട് ദേവാലയത്തിൻ്റെ ഭംഗിയും കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നിരവധി പേർ അങ്ങും ഇങ്ങുമായിരുന്നു കൊണ്ട് ഫോട്ടോകൾ എടുക്കുന്നു. ഇത് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ഗ്രൗണ്ടാണ്. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചടങ്ങ് നേരത്തെ കാണിച്ചിരുന്നല്ലോ, അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അങ്ങനെ ദേവാലയത്തിൻ്റെ ഭംഗിയും കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷവുമായി കാണാം. താങ്ക് യു.